ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു അടിപൊളി പ്രൊമോയാട്ടോ കൂട്ടുകാരെ. നമ്മുടെ മേഘനാഥനെ നമ്മുടെ മഹാലക്ഷ്മി കണ്ടുമുട്ടുന്നു എന്ന് പ്രൊമോയിൽ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ കാണുന്നതായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. നമ്മുടെ മേഘനാഥന്റെ അച്ഛനും അമ്മയും അടുത്തുണ്ട്. അപ്പൊ നമ്മുടെ മേഘനാഥനാണെങ്കിൽ മഹാലക്ഷ്മിയെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവള് വന്നതിന് ശേഷമാണമ്മേ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ അനാർത്ഥങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മുടെ വാമദേവൻ നമ്മുടെ മേഘനാഥനോട് പറയുന്നുണ്ട്, നിന്നെ മഹാലക്ഷ്മി ഇത്രയും നാളായിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നതും കാണാം. നമ്മുടെ മേഘനാഥൻ ആകെ ഞെട്ടിച്ചൂളി നിൽക്കുന്നതും കാണാട്ടോ പ്രേക്ഷകരെ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും തമ്മിലുള്ള ഒരു സംഭാഷണം ആട്ടോ. നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് തന്റെ കുറവുകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ലക്ഷ്മി. ആ ഒരു അപകടം, മേഘനാഥനെ പറ്റിയ അപകടം, അത് ഉറപ്പായിട്ടും എനിക്ക് വരാനിരുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ കണ്ണൻ ഇങ്ങനെ മഹാലക്ഷ്മിയോട് പറയുക കേട്ടോ. അപ്പൊ നമ്മുടെ കണ്ണന്റെ കുറവുകളെ പറ്റിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കും കുറ്റബോധമുണ്ട്, എനിക്കും ഒരു കാര്യം കണ്ണേട്ടനോട് പറയാനുണ്ട് എന്ന് പറയുന്നതും കാണാം. നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കര സങ്കടത്തോടുകൂടി എഴുന്നേറ്റ് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണൻ ഭയങ്കര എന്താ പറയാ, ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, മഹാലക്ഷ്മിക്ക് എന്താ പറയാനുള്ളതെന്നുള്ള രീതിയിൽ. അപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ സാഗർ മഹാലക്ഷ്മി കാറിൽ പോകുന്നതും കാണിക്കുന്നുണ്ട്. ഇനി കാറിൽ വെച്ച് നമ്മുടെ സാഗർ മഹാലക്ഷ്മിയോട് ഇഷ്ടമെല്ലാം പറഞ്ഞു കാണുവോ, നമ്മുടെ മഹാലക്ഷ്മിക്ക് സാഗറിനോട് ഇത്രയും കൂട്ടുകൂടി തെറ്റായി കാണുവോ, അതായിരിക്കും നമ്മുടെ കണ്ണനോട് പറയാനുള്ളത്, അല്ലെങ്കിൽ മേഘനാഥനെ കണ്ട കാര്യമായിരിക്കുമോ പറയാനുള്ളത്, എന്തായിരിക്കും അല്ലെ? പോരെ തന്നെ നമ്മുടെ മേഘനാഥന്റെ കാര്യം. ഇനി മേഘനാഥന് നമ്മുടെ കണ്ണനെ പോലെ വീൽ ചെയറിൽ ഇരുന്ന് പോകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയ, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് ഇത്ര നാളും കണ്ണനെ കളിയാക്കിയിരുന്ന തന്റെ ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെ വല്ല ട്വിസ്റ്റും സംഭവിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ അത് ബെറ്റർ ആകും അല്ലെ? കാരണം എന്ന് വെച്ചാൽ ദുഷ്ടന്മാരെയാണല്ലോ ശിക്ഷിക്കേണ്ടത് അല്ലെ? അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.